ഛത്തീസ്ഗഡിൽ മലയാളി സന്യസ്തരായിട്ടുള്ള പ്രീതി സിസ്റ്ററിനും ഒപ്പം തന്നെ വന്ദന സിസ്റ്ററിനും നേരെയുണ്ടായ അതിക്രമങ്ങൾ, അവരെ ജയിലിൽ അടച്ച ഒരു സാഹചര്യം, അതിനുശേഷം അവർക്ക് ജാമ്യം ലഭിച്ച ആ ഒരു സംഭവം, വളരെ വലിയൊരു വാർത്താ പ്രാധാന്യമാണ് ആ സംഭവത്തിന് ലഭിച്ചത്. മാത്രമല്ല അതിശക്തമായി ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന്, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഉയർന്നത്. എന്നാൽ ആ ഒരു സംഭവ വികാസങ്ങൾക്ക് ശേഷം, പ്രത്യേകിച്ച് അത്തരം ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൈസ്തവ സന്യസ്തർ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീ അമ്മമാർ ചെയ്യുന്ന ശുശ്രൂഷകളെ താറടിച്ച് കാണിച്ചുകൊണ്ടുള്ള വളരെ വികലമായിട്ടുള്ള പ്രസ്താവനകൾ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ചർച്ചകൾ, ചില പ്രസംഗങ്ങൾ ഒക്കെ വരുന്നതായി ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സന്യസ്തർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? അവർ മതമാറ്റ ലോബിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അവർക്ക് നക്സലുകളുമായിട്ടാണ് ബന്ധം, അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ ചില സാമ്പത്തിക ലാഭങ്ങൾ നോക്കിയിട്ടാണ് എന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ചില കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് സന്യസ്തർ? അവർ ചെയ്യുന്ന ഈ സമൂഹത്തിൽ, ഈ രാജ്യത്ത്, ഈ നാടിനു വേണ്ടി അവർ ചെയ്യുന്ന ആ ശുശ്രൂഷകൾ എന്തൊക്കെ? മാത്രമല്ല അവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള ഗൂഢ ലക്ഷ്യങ്ങൾ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയ് കണഞ്ചിറ, CMI, ഒപ്പം തന്നെ ഒഡീഷയിൽ ശുശ്രൂഷ ചെയ്യുന്ന മിഷണറി സിസ്റ്റേഴ്സ് സെർവൻസ് ഓഫ് ഹോളി സ്പിരിറ്റ് സന്യാസന സമൂഹത്തിന്റെ മീഡിയ കമ്മീഷന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള സിസ്റ്റർ ടെസി ജേക്കബ്, ഒപ്പം തന്നെ ഡോക്ടർ ജയരാജ് MK. അദ്ദേഹം വളരെ നാളുകളായിട്ട് ഈ സ്പെഷ്യൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട മേഖലയിൽ സേവനം ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ULCCSന്റെ ഫൗണ്ടേഷന്റെ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ വളരെ മികച്ച ഒരു പാനൽ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമുക്ക് ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ഉള്ളത്. മൂന്നുപേരെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം ഫാദർ റോയ് കണഞ്ചിറ, CMI. അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് കേരളം ഈ കഴിഞ്ഞ ഒരു 10-15 ദിവസമായി സാക്ഷ്യം വഹിച്ചത്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ അവരുടെ പ്രൈം ടൈമിൽ നമ്മുടെ സന്യസ്തർ ചെയ്യുന്ന സേവനങ്ങളെ പറ്റിയുള്ള പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ സംഭവിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരുപക്ഷെ ഈ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള വശം കൂടി അതുതന്നെയാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്: ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ചർച്ചകൾ ഒരു സൈഡിൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ, നമ്മുടെ സന്യസ്തർ മതമാറ്റ ലോബിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ നക്സലുകളുമായിട്ടാണ് അവർക്ക് ബന്ധം, അവർക്ക് സാമ്പത്തിക ലാഭം നോക്കിയാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത്, അവരുടെ ലക്ഷ്യം മറ്റെന്തൊക്കെയാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ഒരു കൂട്ടർ അഴിച്ചുവിടുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം ഇതാണ്: യഥാർത്ഥത്തിൽ ആരാണ് നമ്മുടെ സന്യസ്തർ? അവർ ചെയ്യുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? ഫാദർ റോയ് കണഞ്ചിറ, CMI. കത്തോലിക്ക സഭയുടെ ഒരു പശ്ചാത്തലത്തിൽ ജോർജിയുടെ ഈ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമർപ്പിതർ, സന്യസ്തർ എന്ന് പറയുന്നവര് സ്നേഹത്തിന്റെ ഒരു പ്രഘോഷകരാണ്, സ്നേഹത്തിന്റെ പ്രഘോഷകരാണ് അവർ. അപ്പം എല്ലാ മതത്തിലുമുണ്ട് സന്യാസ ചര്യകൾ. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ ഹൈന്ദവ സന്യാസം, അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവര് സന്യാസം ഭാരതീയ ശൈലിയിൽ ഈശ്വര ധ്യാനത്തിൽ മുഴുകുകയാണ്. ക്രൈസ്തവ സന്യാസത്തിൽ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച്, ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അത് മറ്റുള്ളവരിലേക്ക് പ്രവൃത്തിയിലൂടെ പങ്കുവെച്ചു കൊടുക്കുക എന്നതാണ് സന്യാസ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്യാസിനികൾ. അവര് ഈ പറയുന്ന ജോർജ് പറഞ്ഞല്ലോ, ഒരാഴ്ച മുഴുവൻ പോസിറ്റീവായിട്ട് നമ്മുടെ ചാനലുകൾ കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു എന്ന് പറഞ്ഞല്ലോ. പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യുമ്പോഴും നെഗറ്റീവായിട്ട് ചർച്ച ചെയ്യുമ്പോഴും ജീവിതത്തെ ഈ ഒരു ആത്മീയ ധാരയിൽ നിന്നുകൊണ്ട് പോസിറ്റീവായി മാത്രം കണ്ട് എല്ലാ പ്രതിസന്ധികളുടെ ഇടയിലും ഈ സ്നേഹത്തിന്റെ കർമ്മങ്ങളിലൂടെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുക എന്നതാണ്. നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ള നന്മ പ്രവർത്തികൾ കൊണ്ടാണ് നമ്മുടെ സമൂഹം ഇത്രയേറെ പ്രസന്നമധുരമായിരിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ സന്യാസിനിമാർ ഈ നന്മ ചെയ്യുമ്പോൾ അവർക്ക് അതിനൊരു അടിസ്ഥാനമുള്ളത്, അവര് ആർക്കാണോ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് ആ ക്രിസ്തുവിന്റെ സുവിശേഷത്തിനനുസരിച്ച്
അതിൽ നിന്ന് ലഭിച്ച പ്രചോദനം, ആ വചനത്തിന്റെ പ്രചോദനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സന്യസ്തർ ആരാണ് എന്നുള്ള ചോദ്യത്തിന്, സന്യസ്തർ ക്രിസ്തു സ്നേഹത്തിന്റെ പ്രേക്ഷിതരാണ്. അവര് ക്രിസ്തു എല്ലാ മനുഷ്യരെയും മനുഷ്യരെ ദൈവത്തോളം ഉയർത്തി നിർത്തി സ്നേഹിക്കാൻ പറഞ്ഞതിന്റെ ഒരു ആവേശത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഉപകാരമുള്ള മനുഷ്യർക്ക് ഉപകാരം ചെയ്യുക എന്നുള്ള സ്വാഭാവികമായ നാട്ടുനീതിക്ക് മുകളിലാണ് ഈ സന്യസ്തരുടെ നീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് തിരിച്ചിങ്ങോട്ട് എന്തെല്ലാം നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാലും ഈ പറയുന്ന നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാർക്ക് പോലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതെല്ലാം മറന്ന് ഓടിച്ചെന്ന് അവരെ അതിജീവിക്കാൻ സഹായിക്കുന്നത് ഈ ഒരു ഉൾത്തള്ളൽ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം, ഈ സന്യസ്തർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രഘോഷകരാണ്. അത് പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കുന്നവരാണ് എന്നാണ് എനിക്ക് പറയാൻ. ഓക്കെ, അച്ഛൻ സൂചിപ്പിച്ചു ക്രിസ്തുവിന്റെ സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രകടിപ്പിക്കുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ആ ക്രിസ്തുവിന്റെ ആ ദൗത്യവുമായി ഇറങ്ങിത്തിരിക്കുന്ന സന്യസ്തർ ഇത്രത്തോളം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? ഒന്നും നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വടക്കേ ഇന്ത്യയിലൊക്കെ സേവനം ചെയ്യുന്ന സന്യസ്തർ ആ സേവനം ചെയ്തതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് ഒന്നും അവർ കൊണ്ടുപോകുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ ഇത്രത്തോളം ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമായി ഈ അടുത്ത നാളുകളിൽ മാറുന്നു? ഒരുപക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ, അവരുടെ കർമ്മഫലങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭാരതീയ പശ്ചാത്തലത്തിൽ കർമ്മഫലം എന്നുള്ള പദത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം അത് ഒരു ജനഹൃദയങ്ങളെ മുഴുവൻ ഒരു സാംസ്കാരിക രൂപീകരണത്തിലേക്കും ചില പ്രത്യേക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളിലേക്കുമൊക്കെ നയിക്കുന്നുണ്ടാവാം. ആ പ്രത്യേക മൂല്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി, ഇതെല്ലാം ബൈബിളിൽ നിന്ന് സ്വീകരിച്ച് അത് നിഷേധിക്കപ്പെടുന്നവരുടെ ഇടയിൽ അത് പങ്കുവെച്ചു കൊടുത്ത് അവരെ ബോധമുള്ളവരാക്കി അവരെ കൂടി പൊതുസമൂഹത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വളർത്തിയെടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ്. എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ അവകാശം നൽകണം, അവർക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുകയാണ്. സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സമർപ്പിതർ, അവർക്ക് അതിനുള്ള അർഹതയില്ല, അവർ ഞങ്ങളുടെ അടിമകളായിരുന്നാൽ മതി, അവർ ഞങ്ങളുടെ തൊഴിലാളികളായിരുന്നാൽ മതി, ഞങ്ങൾക്ക് അവരെ ചൂഷണം ചെയ്യാനുള്ള സാഹചര്യം നിലനിന്നാൽ മതി, അല്ലാണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല, അവർ ആദിവാസികളായിട്ട് തന്നെ നിന്നാൽ മതി, അവർ ഈ പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെടാതെ നിന്നാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന കുറച്ചു പേരായിരിക്കാം. ഒരുപക്ഷെ ഈ സിസ്റ്റേഴ്സ് ഇനിയും ഈ പ്രവൃത്തി തുടർന്നു കഴിഞ്ഞാൽ ഇവർക്കും ബോധമുണ്ടായി, വിദ്യാഭ്യാസമുണ്ടായി, അറിവുണ്ടായി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ചൂഷണം ചെയ്യാൻ എളുപ്പമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമാന്തരങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മനുഷ്യത്വത്തിന്റെ പോയിട്ട് മൃഗത്തിന്റെ പോലും ജീവിത സാഹചര്യം ഇല്ലാത്ത മനുഷ്യര് ഇങ്ങനെ നരകയാതന അനുഭവിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് മനുഷ്യത്വത്തിലേക്കുള്ള ഒരു വിളി കൊടുക്കുന്നു. അതിന് സിസ്റ്റേഴ്സിനെ സഹായിക്കുന്നത് അവരുടെ ആത്മീയ കാഴ്ചപ്പാടും അവരുടെ ആത്മീയ മൂല്യങ്ങളുമാണ്. ഇത് ജനഹൃദയങ്ങളെ സ്വാധീനിച്ച് ഒരുപക്ഷെ സമൂഹത്തിലൊരു രൂപമാറ്റം, ഒരു ഭാവമാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഈ നിരന്തരം ചൂഷണം ചെയ്യുന്നവർക്ക് അതൊരു തടസ്സമായേക്കാം എന്നതുകൊണ്ടാണ് പ്രധാനമായിട്ട് ഇവരെ എതിർക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിന് കാരണമായിട്ട് പറയുന്നത് മതപരിവർത്തനമെന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ കേട്ടാൽ പെട്ടെന്ന് ആകർഷകമായി വരുന്ന പ്രതിഷേധം കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ള ചില വാക്കുകൾ എടുത്ത് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ജയരാജ് സാറ് ഞങ്ങൾ ഒരുമിച്ച് സ്പെഷ്യൽ സ്കൂൾ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ജയരാജ് സാറ് സ്ഥിരമായിട്ട് പറയുന്ന ഒരു പദപ്രയോഗം സീറോ റിജക്ഷൻ എന്നാണ്. ഞാൻ എപ്പോഴും എൻ്റെ സംസാരങ്ങളിൽ ആ വാക്ക് സാറിനെ തന്നെ വോട്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ സാറും നമ്മുടെ കൂടെ ഉണ്ട്. സാർ അതിനെപ്പറ്റി കൂടുതൽ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ സമർപ്പിതർ ആ ഒരു കാഴ്ചപ്പാടോടെയാണ്, സീറോ റിജക്ഷൻ ആണ്, ആരെയും റിജക്റ്റ് ചെയ്യുന്നില്ല, എല്ലാവർക്കും ഇടമുണ്ട് പൊതുസമൂഹത്തിൽ, എല്ലാവർക്കും നീതിക്ക് അർഹതയുണ്ട്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നവർക്ക്, അങ്ങനെ ഇവരെ ചൂഷണം ചെയ്ത് മാത്രം ജീവിക്കാൻ ശീലിച്ചവർക്ക് ഇവരും ഈ ചൂഷകരുടെ അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നതിനെ തടയിടേണ്ടിയിരിക്കുന്നു.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് ഈ ഒരു സേവന മേഖലയെ നിർവീര്യമാക്കാം എന്നത് ചിലരുടെ ആഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ സമർപ്പിതരുടെ മാനസിക വീര്യവും സാമൂഹിക സാഹചര്യവും ദുർബലമാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. ഓക്കെ, ഞാൻ സിസ്റ്ററിലേക്ക് വരികയാണ്. സിസ്റ്റർ കേരളത്തിന് പുറത്ത് ഒഡീഷയിലാണ് സേവനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലൊക്കെ സേവനം ചെയ്യുന്ന വളരെ സുദീർഘമായിട്ടുള്ള സേവനം ചെയ്യുന്ന വ്യക്തിത്വം കൂടിയാണ്. എനിക്ക് തോന്നി ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നമ്മുടെ സന്യസ്തർ ചെയ്യുന്ന സേവനങ്ങളെ പറ്റിയാണ് പല ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നത്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി സിസ്റ്റർ നൽകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ തുടക്കത്തിൽ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ സന്യസ്തർ ചെയ്യുന്ന സേവനത്തിന്റെ ലക്ഷ്യം മതപരിവർത്തനമാണ് എന്ന ഒരു ആരോപണം. രണ്ട്, പ്രത്യേകിച്ച് മാവോയിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ട്, നക്സലുകളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. അത്തരത്തിലുള്ള ഒരു ആന്റി സോഷ്യൽ ഒരു പിക്ചർ നമ്മുടെ സന്യസ്തർക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു ആരോപണങ്ങൾ. അവിടെ സേവനം ചെയ്യുന്ന സന്യസ്ത എന്ന നിലയിൽ ഈ രണ്ട് ആരോപണങ്ങളെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു സിസ്റ്റർ ടെസി? ഞാനും അത് വളരെ ഏറെക്കുറെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നിരിക്കുന്ന പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ താഴെയുള്ള അറ്റാക്സുകൾ അങ്ങനെയാണ്. ആ ഒരു കാരണത്തെ കാണിച്ചുകൊണ്ടാണ് കൂടുതലുള്ളത്. കാരണം നമ്മൾ മതപരിവർത്തനം നടത്തുന്നു, മാവോയിസ്റ്റുമായിട്ട് കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളതൊക്കെ. ഞാൻ നോക്കിയിട്ട് മതപരിവർത്തനം നടത്താൻ ഇവിടെ എന്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഒരാളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അഥവാ ഒരു വില്ലേജിലേക്ക് പോകുമ്പം ക്രിസ്ത്യൻ വില്ലേജ്, ഹിന്ദു വില്ലേജ്, മുസ്ലിം വില്ലേജ് അങ്ങനെ നോക്കുന്നേ ഇല്ല അവിടെയൊന്നും. ഒരു ചാൻസ് ഇല്ല. നമ്മളിപ്പോ നോക്കുന്നേ ഒരു മാൽ ന്യൂട്രീഷൻ അഥവാ ഒരു ഇറാഡിക്കേഷൻ മാൽ ന്യൂട്രീഷൻ ഇൻ എ വില്ലേജ്, അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കാനാണ് പോകുന്നത്. അത് ചിലപ്പോ ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുന്ന പ്രൊജക്ട് ആയിരിക്കാം, അത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത ഒരു പ്രൊജക്ട് ആയിരിക്കാം. അവിടെ നമുക്ക് ഹിന്ദു കുട്ടിയാണോ ക്രിസ്ത്യൻ കുട്ടിയാണോ അത് ഏത് സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ് എന്ന് നോക്കാൻ പറ്റുന്നില്ല. അവിടെ നോക്കേണ്ടത് നമ്മൾ ഇതാണ്: എത്ര കുടുംബങ്ങളിൽ മാൽ ന്യൂട്രീഷൻ ആയിട്ടുള്ള പിള്ളേരുണ്ട്, അവരെ ആ അമ്മമാരെ ആ വില്ലേജിലെ ഇത്ര ആൾക്കാരെ നമ്മൾ സംഘടിപ്പിക്കുന്നു, നമ്മൾ ചെയ്യുന്നു. അതാണ് നമ്മുടെ മെയിൻ ആയിട്ട്. എന്ന് വെച്ചാൽ സ്കൂളുകളിലാണേലും നമ്മൾ ജാതി മതം നോക്കിയിട്ടല്ലല്ലോ സ്കൂളിൽ എടുക്കുന്നത്. വരുന്നവര് ആ സിലബസ് പഠിക്കാൻ പറ്റുന്നവര് അവിടെ ജോയിൻ ചെയ്യുന്നു. അതിൽ കൂടുതൽ എന്തിരിക്കുന്നു. അത് കൂടുതൽ നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുവാണെങ്കിൽ അന്യമതസ്ഥ എന്നുള്ളവരാണ് കൂടുതലുള്ളത്. ക്രിസ്ത്യാനികളല്ലായിരിക്കും, അതൊക്കെ മൈനോറിറ്റി മാത്രമാണ്, വളരെ കുറച്ച്. ഞാൻ പറയുന്നില്ല, ഇഷ്ടംപോലെ ഒരുപക്ഷെ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ഉണ്ട് നമ്മുടെയൊക്കെ ചുറ്റുപാട്. നമ്മുടെ ചില പാരീഷുകളൊക്കെ അതുപോലെ ക്രിസ്ത്യാനികൾ ആയിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെ ആയവരല്ല, അവരുടെ തലമുറകളായിട്ട് ക്രിസ്ത്യാനികൾ ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സിസ്റ്റർമാരും അച്ഛന്മാരും ക്രിസ്ത്യാനികളും. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ തന്നെ കോൺഗ്രിഗേഷനിൽ ഇപ്പൊ എൽഡർ സിസ്റ്റർ ഇപ്പൊ 80 വയസ്സുണ്ട്. സിസ്റ്ററിന്റെ വെല്ലിപ്പൻ തൊട്ട് അവര് ക്രിസ്ത്യാനികളാണ്. അതായത് ഒരു 3 തലമുറ ഇപ്പം ഓൾറെഡി അവർ ക്രിസ്ത്യാനികളാണ്. അവിടെ മതം മാറ്റത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല അതിൽ പറയുവാണെങ്കിൽ. കാരണം അവിടെ ഈ ഒരു സിസ്റ്റേഴ്സ് പോകുന്നത് ഇന്ന സമുദായത്തിലേക്ക് അല്ല ഉറപ്പായിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ നക്സലൈറ്റുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നു. ഞാൻ നോക്കിയിട്ട് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ അക്സെപ്റ്റൻസ് ഉള്ള ഒരു വ്യക്തികളാണ്. നമുക്ക് ഒരിക്കലും നക്സലൈറ്റ്സ് അവരൊന്നും ഒരിക്കലും ഓപ്പൺ ആയിട്ട് വന്നിട്ട് പറയല്ല ഞങ്ങൾ നക്സലൈറ്റ്സ് ആണെന്ന്. ഇല്ല, ഫസ്റ്റ് ഇറങ്ങി ചെല്ലുന്നു, ആരുടെ അടുത്തേക്ക് ചെല്ലുന്നു എന്നുള്ള പിന്നീടായിരിക്കും നമ്മൾ അറിയുന്നത് ആരാ ഇത് എന്താണെന്ന്, അവരുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഹിജറകളുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുന്നുണ്ട്, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലവരൊക്കെ അവരുടെ വർക്ക് ചെയ്യുന്ന NGOs അവർ അത്രയ്ക്ക് ഇഷ്ടമുണ്ട്, അല്ലാത്തവരെ അവരെ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കൊരു ഫ്രീഡം ഉണ്ട്, അവർക്കൊരു നമ്മളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, സിസ്റ്റേഴ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളവരാണെന്ന്. അവർക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി ചെല്ലാൻ പറ്റുന്ന ഒരാളാണ് സിസ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവങ്ങൾ അവർ വരുന്ന എന്തിനാ? അവർക്കൊരു ചെറിയ മരുന്ന് കിട്ടണമായിരിക്കും, അവർക്കൊരു ചെറിയ ഹെൽപ്പ്, അവർക്കൊന്ന് കരയാൻ ഒരാൾ വേണമായിരിക്കും, അല്ലെ ഇന്നവരെ ഹസ്ബൻഡ് എന്നെ ബീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് വന്ന് പറയാൻ ഒരു ഫ്രീഡം ഉള്ള ഒരാളാണ്. വില്ലേജേഴ്സിന് അതൊക്കെയാണ് ആവശ്യം. അല്ലാണ്ട് അവരോട് നമ്മൾ പോയി ബൈബിള് പറഞ്ഞിട്ടോ ഇന്ന് ഇത്ര നേരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഇരിക്കുന്നില്ല അതിൻ്റെ അകത്ത്. അവർക്ക് വേണ്ട ഒരു കംഫർട്ട് കൊടുക്കണം. നമുക്ക് സ്വയം പരിവർത്തനം ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാം, ഞാൻ എന്റെ ക്രിസ്ത്യൻ മൂല്യം കൊണ്ട് എടുത്തുകൊണ്ടാണ് അവരുടെ അടുത്തേക്ക് പോകുന്നത്. അതായത് സ്നേഹം, അൺലിമിറ്റഡ് ലവ്, അൺലിമിറ്റഡ് ഫൊർഗീവ്നെസ്. അവരാരും ആയിക്കോട്ടെ, ഞാൻ അവരെ സ്നേഹിക്കാനോ അവര് സഹായം ചെയ്യാനോ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ?
അതാണ് ഒരു ക്രിസ്ത്യൻ എന്നുള്ളതിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് അവരെങ്ങനെയുള്ളവരായിരിക്കോ അത് സെക്കൻഡറി ആണ്, അവരാരാണ് എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും ഒരു മതപരിവർത്തനം ആകാൻ നമുക്കത് കാണാൻ പറ്റത്തില്ല. അതാണ് യഥാർത്ഥം. ഇപ്പം നമ്മുടെയൊക്കെ കൊളീഗ്സ് ആണേലും അയലോക്കക്കാരാണേലും എല്ലാവിധ നാനാ മതസ്ഥരാണ്. അവിടെ ഒരിക്കലും നമ്മൾ പിക് പോയിന്റ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഇതൊക്കെ എങ്ങനെ മനുഷ്യന്മാരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചാലഞ്ച്. മനസ്സിലാകേണ്ടവര് തോന്നില്ല ആരും മനസ്സിലാക്കാൻ പോകുന്നുണ്ടെന്ന്. അതൊക്കെ കണ്ടറിയേണ്ട യാഥാർത്ഥ്യങ്ങളാണ് കേട്ടറിയുന്നതിനേക്കാളും കൂടുതല്. പിന്നെ എന്റെ അത്ലൈറ്റ്സ് ആയിട്ടുള്ള അവര് എല്ലായിടത്തും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാ എനിക്കറിയില്ല അതൊക്കെ എന്തുമാത്രം വേസ്റ്റുള്ള കാര്യങ്ങളാണെന്ന്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റേഴ്സ് കള്ളന്മാരും ജയിൽ മിനിസ്ട്രിക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ സിസ്റ്റർമാർ കള്ളന്മാരാവുന്നുണ്ടോ? ഇങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ നമ്മളൊരു സേവനം ചെയ്യുന്നു. അവർക്ക് വേണ്ടത് ഒരു മെഡിസിൻ, ഞാൻ പറഞ്ഞ മെഡിസിൻ ആയിരിക്കാം, അവരുടെ മക്കളെ നോക്കാൻ ഒരു ഫ്രഷ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിപ്പോൾ എന്തിരിക്കുന്നു? ഓക്കെ. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അങ്ങ് സൂചിപ്പിച്ചു. അങ്ങ് വടക്കേ ഇന്ത്യയിലെ ആ ഒരു സാഹചര്യം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് സിസ്റ്റർ. ഈ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങളായി, 75 വർഷത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും അത്തരം മേഖലകളിൽ ഒരു വികസനത്തിന്റെ ഒരു അലയൊലിയുമായിട്ട്, ഒരു വെളിച്ചവുമായിട്ട് സന്യസ്തർ ചെന്നെത്തുന്നു എന്ന് പറയുന്നത് അവർ ഈ രാജ്യത്തിന് ചെയ്യുന്ന ഒരു നന്മയുടെ ഒരു നേർദൃഷ്ടാന്തം തന്നെയല്ലേ? പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി, ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഗ്രൗണ്ട് റിയാലിറ്റി. പലരും പറയാറുണ്ട് ഇലക്ഷൻ അടുക്കുമ്പോൾ പോലും രാഷ്ട്രീയക്കാർ പോലും അത്തരം മേഖലകളിലേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ആ പ്രദേശങ്ങളുടെ വികസനത്തിന് വേണ്ടി നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന സന്യസ്തരെ കരിവാരി തേക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി കൂടി അങ്ങ് ഒന്ന് പങ്കുവെക്കാം. ഉറപ്പായിട്ടും. ഇത് മിഷൻ എന്നാണ് പറയുന്നത്, അല്ലാണ്ട് ഒരു NGO വർക്ക് ഓർ വൺ ടൈം വർക്ക് അല്ല. ഈ ഒരു സ്ഥലത്ത് നമ്മൾ അവിടെ പോയി ജീവിക്കുന്നു. ആ സ്ഥലത്ത് ഇപ്പം ഞാനൊരു 6 വർഷം ഒരു സ്ഥലത്താണെങ്കിൽ ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ ആകുമ്പോൾ വേറെ ഒരാൾ എന്നെ അവിടെ റീപ്ലേസ് ചെയ്തിരിക്കും, വേറെ ഒരു സിസ്റ്റർ അവിടെ വന്നിരിക്കും. ഞാൻ ചെയ്തത് കണ്ടിന്യൂ ചെയ്യാൻ. ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് ഇതൊരു ഡിസ്പെൻസറി ആയിരിക്കട്ടെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് വേണ്ട ഒരു വില്ലേജിൽ നിന്ന് അല്ലെങ്കിൽ ഒത്തിരി ദൂരമുള്ള സ്ഥലങ്ങളിലൊക്കെ. ഇപ്പൊ ഒരു പേഷ്യന്റിനെ ഒരു മലേറിയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് അവർക്ക് വേണ്ടത് അത്യാവശ്യം മരുന്ന്, അല്ലെങ്കിൽ ഒരു പനി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ലേഡീനെ ഒരു ഡെലിവറിക്ക് കൊണ്ടുവരണമെങ്കിൽ എന്താണ് അവർക്ക് വേണ്ടത്? അവരെ സഹായിക്കാൻ ഒരാളാണ്. അവരൊരു ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പം കാടും മലയും ദൂരം ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ ഇന്റീരിയർ ഏരിയാസിലുള്ള റിയൽ റിയാലിറ്റി, ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. നമുക്കൊന്നും അതൊന്നും അത്ര പറഞ്ഞാൽ മനസ്സിലാകില്ല. പ്രത്യേകിച്ച് ഒറീസ, ബീഹാർ, ജാർഖണ്ഡ് ഈ വക ട്രൈബൽ ബെൽറ്റ്സുകൾ എന്ന് വെച്ച് ഞാൻ പറയുന്നില്ല ഒറീസ മൊത്തം അങ്ങനെയാണെന്ന് അല്ല. കുറേ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ എല്ലാ ദിവസവും തന്നെ കേൾക്കുന്നു ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ട് പേഷ്യന്റെ കൈയൊക്കെ ഒടിച്ച് ചാക്കിൽ പൊഞ്ഞു കെട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ഒന്നുണ്ട്. നമുക്ക് മാർക്ക് പോലെ അതെങ്ങനെ ഉപയോഗിക്കണ്ടേ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. മൈഗ്രന്റ് വർക്കേഴ്സ് അവരവിടെ ഇവിടെയൊക്കെ പോയി പണിയെടുക്കുന്നു. ആരെങ്കിലുമൊക്കെ മരണപ്പെടുമ്പോ കമ്പൻസേഷൻ എങ്ങനെയാണ് അത് സർക്കാരിൽ നിന്ന് മേടിച്ചെടുക്കുക എന്ന് അറിയത്തില്ല. എന്താണ് അവർക്കുള്ള ഫോം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നു. അതും ഒരു മിഷൻ പ്രവർത്തനമാണ്. അല്ലെങ്കിൽ അവർക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന്, അവരത് പിടിച്ചിരിക്കും. ഒരിക്കലും അവർക്കൊരു കമ്പൻസേഷൻ കിട്ടാൻ പോകുന്നില്ല. അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടങ്ങി നമ്മൾ ചെയ്യുന്നതാണ് ഈ മിഷൻ എന്നുള്ള പ്രവർത്തനം. സ്കൂളില് പെൺകുട്ടികൾക്ക് ദൂരം പോയിട്ട് പഠിക്കാൻ പറ്റുന്നില്ലാത്തപ്പോ അവർക്ക് വേണ്ടിയിട്ടൊരു റെസിഡൻഷ്യൽ സ്കൂളിന് തൊട്ടടുത്ത് നമുക്ക് ഹോസ്റ്റൽ പോലെ ഉണ്ടാക്കി കൊടുക്കുന്നു. ദേ ആർ ഏബിൾ ടു സ്റ്റേ ദേർ ആൻഡ് സ്റ്റഡി. അല്ലെങ്കിൽ ഈ വില്ലേജിൽ കൂടെ ഈ കാടിൽ കൂടെ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കണം. വണ്ടി ഇല്ല, ചിലപ്പം ഇലക്ട്രിസിറ്റി ഇല്ല, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ പിന്നെ എന്താണ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്? സർക്കാർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടെ, സർക്കാർ ചെയ്യുന്നുണ്ട്. ആശ്രം ഹോസ്റ്റൽസ് ഇഷ്ടംപോലെ തുറന്നിട്ടുണ്ട്. ഈ ജസ്റ്റ് ലൈക്ക് നമ്മൾ മിഷണറീസ് ചെയ്യുന്ന പോലെ ഹോസ്റ്റൽസ് ഒരു കാലത്ത് അതുണ്ടായിരുന്നു, പ്രിവലന്റ് ആയിരുന്നു. ആശ്രം സ്കൂൾസ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ സർക്കാർ. ഇവിടെ ഞാൻ സ്പെഷ്യലി ഒറീസനെ കോണ്ടസ്റ്റ് പറയുവാണെങ്കിൽ. പക്ഷെ എന്തുമാത്രം സെക്ഷൽ അബ്യൂസസ് ആണ് അവിടെ നടക്കുന്നത്. ഞാൻ പറയുന്നതല്ല, എല്ലാ ദിവസവും എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നമ്മൾ ന്യൂസ് പേപ്പർ നോക്കുവാണെങ്കിൽ കാണാം എന്തുമാത്രം സെക്ഷൽ അബ്യൂസസ് ഓഫ് ദ യങ്സ്റ്റേഴ്സിനെയാണ് നടക്കുന്നത്. ആ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി ആണ് നമ്മുടെ ഈ ഒരു റിലീജിയസ് ഒരു ക്രിസ്ത്യൻ സ്കൂൾ ഈസായിലോക സ്കൂളിനെ അതാണ് അവർക്ക് കിട്ടുന്നത്.
അതുകൊണ്ടാണ് ഇവൻ നമ്മുടെ ഹോസ്റ്റലിലേക്ക് വരുന്ന ക്രിസ്ത്യാനി പിള്ളേരൊന്നും അല്ല, ഏത് മതത്തിലുള്ളവരും വരുന്നു. അറിയാം ഏത് ഈ രീതിയിലൊക്കെ സാറിന് ഔട്ട് ഓഫ് കേരള നമ്മളൊക്കെ ഒരു ദീദി അല്ലെങ്കിൽ സാർ മാഡം അതോ ആണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിസ്റ്റർ അതുപോലെ ക്രിസ്ത്യാനി എന്നുള്ള നമ്മുടെ ഐഡന്റിറ്റിക്ക് പുറമെ നമ്മളൊരു രീതിയാണ് അവർക്ക്, അല്ലെങ്കിൽ സാറാണ്, അച്ഛന്മാരാണെങ്കിൽ ഓക്കെ സാറ് മാഡം സാർ എന്നൊക്കെ വിളിക്കില്ലേ. അവിടെയാണ് അവർ കാണുന്ന ഒരു അക്സെപ്റ്റൻസ് അവർക്ക് കിട്ടുന്നു ആ നാട്ടിലുള്ളവര്. ഓക്കെ ഓക്കെ യെസ്. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ ജയരാജ് സാറിലേക്ക് വരികയാണ് സിസ്റ്ററോട്. നമുക്കറിയാം ഇത്രയും നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നു, ഇപ്പോൾ വനമേഖലകളിലേക്ക് പോകുന്നു, കാടും അതല്ലെങ്കിൽ മലകളും ഒക്കെ തരണം ചെയ്ത് പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് പോകുന്നു. എന്നിട്ടും നമുക്ക് കിട്ടുന്നത് അപമാനമാണ്, കളിയാക്കലുകളാണ്, അവഹേളനങ്ങളാണ്, പ്രതിസന്ധികളാണ്. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ ഇനി സർക്കാർ ചെയ്തോട്ടെ, വെറുതെ എന്തിനാണ് ഈ പൊല്ലാപ്പിന് പോകുന്നത് എന്ന ഒരു ചിന്താഗതി ഏതെങ്കിലും ഘട്ടത്തിൽ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറന്നാലല്ല നമുക്ക് ഈ അപമാനം കാണത്തുള്ളൂ. നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മളെ ഒരിക്കലും അപമാനിക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് ബിക്കം എ മാച്ച് അറ്റ് ഓൾ. ഓക്കെ ഇപ്പം ഇതുപോലെ വീഡിയോസ് കാണുമ്പോൾ ആരെങ്കിലും കമന്റ് ചെയ്യുന്നത് മാത്രമേ നമുക്ക് ബോധറേഷൻ ആവത്തുള്ളൂ. നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി താമസിക്കുന്നു. കണ്ടില്ലെങ്കിൽ ചോദിച്ചിട്ട് വരാൻ നമ്മുടെ ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ ഈ കമന്റ്സിനോടോ ഇതിനോടൊന്നും യാതൊരു വക നമ്മൾ ബോധർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ആൾക്കാരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം അതും മതി. ഞാൻ നോക്കിയിട്ട് അതിൽ കൂടെ ഒന്ന് റിയാലിറ്റി ഇല്ല. ഓക്കെ, അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. സോഷ്യൽ മീഡിയ തുറന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ അവമാനം ഫീൽ ചെയ്യത്തുള്ളൂ. അതല്ലാതെ പാവപ്പെട്ടവർക്ക് നമ്മുടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീ സന്യസ്തര് അമ്മമാരാണ്, സഹോദരിമാരാണ്, അച്ഛന്മാർ സഹോദരന്മാരാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റാണ് സിസ്റ്റർ ടെസി പങ്കുവെച്ചത്. ഞാൻ ജയരാജ് സാറിലേക്ക് വരികയാണ്. സാറ് വളരെ നാളുകളായിട്ട് കേരളത്തിന്റെ സാമൂഹ്യ മേഖലകളിൽ വളരെ സുദീർഘമായിട്ടുള്ള സേവനം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കറിയാം, സ്പെഷ്യൽ സ്കൂളിൽ ഏറ്റവും ആദ്യം അവിടെ സേവന മേഖലകളിലേക്ക് കടന്നു വന്നത് നമ്മുടെ സന്യസ്തരാണ്. വളരെ വർഷങ്ങളായി ഈ മേഖലയിൽ സേവനം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സന്യസ്തർ, പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ടുള്ള കത്തോലിക്ക സഭയിൽപ്പെട്ട സന്യസ്തർ ഈ മേഖലയിൽ ചെയ്യുന്ന സേവനങ്ങൾ എങ്ങനെ വ്യത്യസ്തമാകുന്നു അങ്ങയുടെ നിരീക്ഷണത്തിൽ? കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൃത്യമായി അറിയുന്ന ഒരു കാര്യം, ഈ സിസ്റ്റർമാരും അതേപോലെ തന്നെ അച്ഛന്മാരും ഒന്നും ഈ ക്രിസ്ത്യൻ സഭയുടെ ഭാഗമായി പ്രവർത്തനങ്ങളൊന്നും ചെയ്തിരുന്നില്ല എങ്കിൽ കേരളത്തിലെ ഭിന്നശേഷി മേഖല ഇന്നും പ്രാകൃതമായി തന്നെ തുടരുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ സർക്കാരും പഞ്ചായത്തും ഒക്കെ ഇടപെടാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഇത്തരം വ്യക്തികളെ സമൂഹത്തിന്റെ അരികിലേക്ക് അകറ്റി മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനും കേരളത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് സത്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചൊന്നുമല്ലല്ലോ ഈ സിസ്റ്റർമാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ മുന്നോട്ട് വരുന്നത്. അവരുടെ ഉള്ളിലുള്ള ഒരു ആത്മീയമായ ഒരു ചോദനയുടെ അടിസ്ഥാനത്തിൽ സ്വയം സമർപ്പിതമാവുകയാണ്. സത്യത്തിൽ മതങ്ങളൊക്കെ പ്രതിദാനം ചെയ്യുന്നത് സ്നേഹവും കാരുണ്യവും അതേപോലെ സമർപ്പണവും ഒക്കെയാണ്. പക്ഷേ ഓരോ മതത്തിൻ്റെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ട് എങ്കിൽ പോലും എല്ലാ മതങ്ങളുടെയും ധന്യമായ എല്ലാ ദർശനങ്ങളെയും സ്വാംശീകരിച്ചത് സത്യത്തിൽ ഈ സഹോദരിമാരാണ്, സിസ്റ്റർമാരാണ് എന്ന് അവരുടെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഇപ്പം മദർ തെരേസ, അതേപോലെ ഫാദർ ഡാമിയൻ, ഇവരിൽ നിന്നൊക്കെയാണ് ഇന്ത്യയിലും ലോകത്തിലും സാമൂഹ്യ ദർശനത്തിന്റെ ഉദാത്തമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടത്. അതിന്റെ തുടർച്ചയിൽ സമർപ്പിതമായി പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ സഹോദരിമാർ. ഇവരോട് മറ്റെന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് മതം മാറ്റത്തിന്റെയും മനുഷ്യക്കടത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ആക്രമിക്കുന്നവർ, എനിക്ക് തോന്നുന്നു ഇതൊന്നും അറിയാത്തവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരുടെ താല്പര്യം വളരെ വ്യക്തമാണ്. അത് തീർച്ചയായും അതൊരു മനുഷ്യവിരുദ്ധമായ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദർശനത്തിന്, കാഴ്ചപ്പാടിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിലും ആധിപത്യം കിട്ടി എന്നുള്ളതിന്റെ ഒരു ദുരന്തഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. കേരളത്തിൽ സവർണ ആധിപത്യവും അതേപോലെ തന്നെ ഫ്യൂഡൽ വ്യവസ്ഥയും
അതേപോലെ മനുസ്മൃതിയൊക്കെ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ജാതീയതയും ഒക്കെ കൊടികുത്തിവാണ് ഒരു പ്രദേശമാണ് കേരളം. വിവേകാനന്ദൻ തന്നെ കേരളത്തെ പരാമർശിച്ചത് ഭ്രാന്താലയമാണ് എന്നുള്ളതാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്ത രീതിയിൽ പരസ്പരം ശ്രേണീകൃതമായ വിവേചനം എന്ന് പറയാം, അതനുഭവിച്ച് അരികിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരാണ്. നോക്കൂ, അതിനിടയിലേക്ക് ക്രിസ്ത്യാനിറ്റിയും അതേപോലെ ഇസ്ലാമിസവും കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇന്നും ഞാൻ വിചാരിക്കുന്നു കേരള ജനത കൗബീനധാരികളായി പ്രാകൃത ജീവികളായി തന്നെ ജീവിക്കേണ്ടി വരും. കാരണം എന്തെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, കരുണയുടെ ഒക്കെ പാഠം പലപ്പോഴും പറയാറുണ്ട്. ഭാരതീയ സംസ്കാരത്തിൽ അതൊക്കെ ഉണ്ട്. അത് എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഓരോ മനുഷ്യനെ ആക്രമിക്കുന്ന, മനുഷ്യനെ വിവേചനത്തോടു കൂടി സമീപിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. ഈ രീതിയിലായിരുന്നു നിലനിന്നിരുന്നത്. അവിടേക്കാണ് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സമർപ്പണത്തിന്റെ പുതിയ സന്ദേശവുമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. എനിക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുള്ളത്, മതം മാറ്റം എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത് മതം മാറാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്താണ് ഇപ്പൊ മതം മാറ്റത്തിന് കുഴപ്പം? സത്യത്തിൽ അത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു അവകാശമല്ലേ? നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ മതമാറ്റം നടത്തിയത് BR അംബേദ്കർ ആണ്. 5 ലക്ഷം ദളിതരെയും പിന്നോക്കക്കാരെയാണ് ബുദ്ധമതത്തിലേക്ക് മതം മാറ്റിയത്. അപ്പം ആ മനുഷ്യൻ ആണ് നമ്മുടെ ഭരണഘടനാ ശില്പി. ആ ഭരണഘടനാ ശില്പി മതം മാറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ മതം മാറ്റത്തിന് ഒരു പ്രശ്നവുമില്ല. ഞാൻ പറയുന്നത് മതം മാറ്റം നടത്തുന്നു എന്നുള്ളത് ഒരു വ്യക്തി പൂർണ്ണമായും ബോധ്യത്തോടു കൂടി തിരിച്ചറിഞ്ഞ് അതിലേക്ക് സാംശീകരിക്കപ്പെടുക അല്ലെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നതിനെ തടസ്സപ്പെടുത്തുന്നതല്ലേ മനുഷ്യത്വ വിരുദ്ധം. അപ്പം ആ അർത്ഥത്തിൽ പോലും സിസ്റ്റർമാരെ, ഏതെങ്കിലും തരത്തിലോ അച്ഛന്മാരെയോ ഈ രീതിയിൽ അപകീർത്തികരമായി പരാമർശിക്കപ്പെടുന്നത് പ്രാകൃതമായ മാനസികാവസ്ഥയിൽ ഇന്നും ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗം അമർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ദുരന്തഫലമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒട്ടേറെ മദർ തെരേസമാരെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഫാദർ ഡാമിയന്മാരെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവരുടെ അത്രയേറെ ത്യാഗപൂർണമായി ജീവിക്കുന്ന, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ നിഷ്കളങ്കതയുടെ ഏറ്റവും സമുജ്വലമായ ഭാവങ്ങൾ മറ്റെവിടെയും ദർശിക്കാൻ കഴിയുന്നില്ല. ഞാൻ നോക്കൂ, കേരളത്തിൽ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്ത വലിയ സംഭാവനകൾ, അതാണല്ലോ നമ്മുടെ സാംസ്കാരികമായും ഔന്നത്യത്തിലേക്കൊക്കെ വളർത്താൻ ഇടയായത്. ആ വലിയ സംഭാവനകളെ, അവരുടെ വലിയ സ്വാധീനങ്ങളെ ഇവർക്കൊന്നും പൊതുസമൂഹത്തെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവരുടെ ഭാഷ ജാതീയതയേതാണ്, അക്രമത്തിൻ്റെതാണ്, അല്ലെങ്കിൽ അഗ്രസീവാണ്, അകറ്റി നിർത്തേണ്ടതാണ്. ഇവരെയൊക്കെ അരികിലേക്ക് അണച്ചു ഹൃദയത്തോട് ചേർത്ത് നിർത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്ന സമയത്ത് ജനസമൂഹം അതിനനുകൂലമായി ചിന്തിച്ചാൽ അതിലെന്താ തെറ്റ്? അവർ പ്രായപൂർത്തിയായവരാണ്. ആരെയും ബലം പ്രയോഗിച്ചിട്ട് മാറ്റുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ നമുക്ക് ഛത്തീസ്ഗഡിൽ പ്രീതി സിസ്റ്ററെയും വന്ദന സിസ്റ്ററെയും എതിരെയുള്ള ആരോപണത്തിന്റെ അപഹാസ്യത നമ്മൾ കാണുന്നില്ലേ? ആദ്യം തന്നെ മതം മാറ്റം ആരോപിച്ചു. അപ്പോൾ ഇവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മതം ക്രിസ്ത്യാനികളായി ജീവിച്ചവരാണ് എന്നുള്ള തിരിച്ചറിവ് വന്ന സമയത്ത്, അതോടൊപ്പം തന്നെ പ്രായപൂർത്തിയായവരാണ് തിരിച്ചറിഞ്ഞ സമയത്ത് പിന്നീട് പറയുന്നത് മനുഷ്യക്കടത്ത് എന്നുള്ള കൂടുതൽ ക്രിമിനൽ കുറ്റം ആരോപിക്കുന്ന ഒരു ആരോപണം അവർ ബോധപൂർവം ചാർത്തുകയാണ്. അപ്പൊ ഇത് നമ്മൾ കരുതുന്ന പോലെ അവരെടുത്തുനിന്ന് ഒരു നീതി പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമേ ഇല്ല. ഒരു തരത്തിലുള്ള നീതിയും അവരെടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന് വിളയാടുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകളാണ് എന്നുള്ളത് കാണാതിരുന്നുകൂടാ. എനിക്ക് നിങ്ങളോടൊക്കെ വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഭീഷണിയുടെ മുമ്പിലൊന്നും പതറരുത്. നമ്മൾ ജനസമൂഹം വളരെ നല്ല സെക്യുലറായ മനുഷ്യത്വമുള്ള ഒരുപാട് ജനത ഈ സമൂഹത്തിലുണ്ട്. അധികാരത്തിന്റെ ആധിപത്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ജനത സന്നദ്ധമാവും എന്നുള്ള പ്രതീക്ഷയാണ്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പ്രചണ്ഡ പ്രചാരണങ്ങളിലൊന്നും ഇളകിയാടുന്നതാണ് അല്ല സഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് വിശ്വസിക്കുന്ന ആളാണ്.
കാരണം എന്താ വെച്ചാൽ അത് സ്നേഹത്തെ പറ്റിയാണ്, ത്യാഗത്തെ പറ്റിയാണ്, സമർപ്പണത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തൊരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഊഷരമായ, അർത്ഥരഹിതമായ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരുടെ ജീവിതം പോലെ വ്യർത്ഥമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇവരെ ഏതെങ്കിലും തരത്തിൽ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഉള്ള ബോധപൂർവമായ ശ്രമം അത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ധർമ്മസ്ഥലയിൽ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇപ്പൊ ഏതാണ്ട് 2000-ഓളം പെൺകുട്ടികളെ അതിക്രൂരമായി കൊന്ന് കുഴിച്ചു മൂടിയ, ലോകം മുഴുവൻ അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് ചർച്ച ചെയ്യേണ്ടുന്ന, പക്ഷെ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു വൈരുദ്ധ്യം അതാണ്. ആ പ്രശ്നം ചർച്ച ചെയ്യപ്പെടാത്ത രീതിയിൽ നമ്മുടെ പല ഇത് ചർച്ച ചെയ്യേണ്ട ആളുകളൊക്കെ വിമുഖരായി നിൽക്കുന്നു, വിധേയപ്പെട്ട് നിൽക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെ സംസ്കരിക്കാനോ വഴിതെറ്റിക്കാനോ വേണ്ടി ഇവർ ബോധപൂർവം ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ തോന്നുന്നത്. കാരണം വളരെ മാധ്യമ ശ്രദ്ധ അതിലേക്ക് പോയി. അതായത് ധർമ്മസ്ഥല രക്ഷപ്പെട്ടു എന്നുള്ളത്. ഈ ധർമ്മസ്ഥലയുടെ പുറകിലുള്ള ഏത് ശക്തിയാണോ സിസ്റ്റർമാരെയും അതേപോലെ മറ്റുള്ളവരെയും ഉത്തരേന്ത്യയിൽ അതിഭീകരമായി വേട്ടയാടി ക്രൂരമായി ആക്രമിക്കുന്ന അതേ ശക്തിയാണ് ധർമ്മസ്ഥലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള അതിഭീകരവും ക്രൂരവുമായ മനുഷ്യത്വരഹിതമായ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ആസൂത്രിതമാണ്. ഈ ആസൂത്രണത്തിന്റെ മുനയൊടിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ സന്മനസ്സുള്ള മനുഷ്യരുടെ കൂട്ടായ്മയിലൂടെ കഴിയും. ഇനി എല്ലാവിധത്തിലുള്ള ജനസമൂഹത്തിന്റെയും പിന്തുണ ഈ സിസ്റ്റർമാരുടെ പ്രവർത്തനത്തിനും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നിലനിൽക്കുന്ന വികലമായ സാമൂഹ്യമായിട്ടുള്ള വിവേചനങ്ങളെയും ഒക്കെ പ്രതിരോധിക്കുന്നതിൽ നിങ്ങൾ നടത്തുന്ന, അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ, അവർക്ക് ആത്മാഭിമാനം പകരുന്നതിൽ ഇവിടുത്തെ സിസ്റ്റർമാർ നിർവഹിക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യെസ്, തീർച്ചയായിട്ടും നമ്മുടെ സന്യസ്തർക്ക് വളരെയധികം ഊർജ്ജം നൽകുന്ന വാക്കുകളാണ് ജയരാജ് സാറ് പങ്കുവച്ചത്. അവർ ഒറ്റയ്ക്കല്ല, ഈ മതേതര ഇന്ത്യ അവരോടൊപ്പമുണ്ട് എന്ന വ്യക്തമായിട്ടുള്ള ഇടുറ്റ വാക്കുകളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് വരികയാണ്, അച്ഛനിലേക്ക് തന്നെ വരികയാണ്. നമുക്കറിയാം, ഈ കാലാകാലങ്ങളായിട്ട് ഈ സന്യാസ സമൂഹത്തിന് നേരെ ഒരു കോണിൽ നിന്നും ഉയരുന്ന ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ അവഹേളനമാണ്. ഈ ചെറുപ്രായത്തിൽ, തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ മഠത്തിന്റെ ഉള്ളറകളിലേക്ക് അടയ്ക്കപ്പെടുവാൻ വിധിക്കപ്പെട്ടവരാണ് ഈ പെൺകുട്ടികൾ. അതല്ലെങ്കിൽ അധികാര വർഗത്തിന്റെ അടിച്ചമർത്തലിന് വിധേയപ്പെടുവാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ്, യാതൊരു കഴിവില്ലാത്തവരാണ് ഇവർ എന്ന രീതിയിലുള്ള അതിക്രൂരമായിട്ടുള്ള അവഹേളനങ്ങൾ ഈ സന്യസ്തരുടെ ഇടയിൽ സേവനം ചെയ്യുന്ന വൈദികൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് സന്യാസ സമൂഹങ്ങളുടെ സേവനങ്ങളെ ഏറ്റവും അടുത്ത് നോക്കിക്കാണുന്ന വ്യക്തി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? അതിനുള്ള അങ്ങയുടെ ഒരു മറുപടി. അറിവില്ലായ്മയാണ്. സന്യാസം എന്താണ്, സന്യാസ ജീവിതം എന്താണ് എന്ന് കത്തോലിക്കാ സഭ സന്യാസത്തെ വ്യാഖ്യാനിക്കാനായിട്ട് നമ്മൾ ഉറവിടമായിട്ട് എടുക്കുന്നത് ദൈവവിളി എന്ന പദമാണ്. അപ്പം അത് ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പദമാണത്, ദൈവവിളി. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവം വിളിക്കുന്നു എന്നൊരു അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥം കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇനി ഒരു സാമൂഹികമായ ഒരവസ്ഥയിൽ ചിന്തിച്ചാലും വിശ്വാസത്തിന്റെ അവസ്ഥയിൽ ചിന്തിച്ചാലും കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം സന്യാസം സ്വീകരിക്കുന്നത് തിരിച്ചറിവോടെ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷെഖീന TV-യുടെ ചർച്ചയിൽ തന്നെ ഈ ഒരു കാര്യം പലതവണ ആവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിപ്പോൾ സന്യാസ ജീവിതത്തിലേക്ക് വന്നിട്ട് 40 വർഷം കഴിഞ്ഞു. ഞാൻ 15-ാമത്തെ വയസ്സിലാണ് വന്നത്. എൻ്റെ കൂടെ 30 പേര്, ഞങ്ങളുടെ ഒരു ബാച്ചിൽ ഞങ്ങൾ 15 വർഷത്തെ പരിശീലനം ആരംഭിക്കുമ്പോൾ 30 പേരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പരിശീലനം പൂർത്തിയാക്കി ഞങ്ങൾ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് 7 പേരാണ്. 7 പേരാണ്. ബാക്കിയുള്ളവർ എവിടെ പോയി? ബാക്കിയുള്ളവർ ഈ പരിശീലന വഴിയിൽ ഈ ഒരു ജീവിത ശൈലി എൻ്റെ വ്യക്തിത്വത്തോട്, എൻ്റെ സ്വഭാവത്തോട്, എൻ്റെ പ്രകൃതത്തോട് ഇണങ്ങുന്നതല്ല. എനിക്ക് കുടുംബജീവിതമാണ്, വിവാഹ ജീവിതമാണ് എനിക്കിഷ്ടം, എനിക്ക് നല്ലത് എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു പോയവരാണ്. ഞാൻ CMI സഭാംഗമാണ് എന്ന് നിങ്ങൾക്കറിയാം. CMI സഭയിൽ ഒരിക്കൽ ചേർന്നിട്ട്
അവരേതെങ്കിലും ഒരു സമയത്ത് അവരുടെ പൗരോഹിത്യ വഴിയിൽ അല്ലെങ്കിൽ സന്യാസ വഴിയിൽ നിന്ന് അവർക്ക് കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചവർ ഇന്നും സഭയോട് ചേർന്ന് തന്നെയാണ് വളരുന്നത്. അവരൊരിക്കലും വെറുക്കപ്പെട്ടവരല്ല. അതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് തീരുമാനമെടുക്കാം. ഞങ്ങളുടെ കൂടെ പഠനം നടത്തി 14 വർഷം പഠിച്ച് 14 വർഷം തീരാറായപ്പോഴും തീരുമാനമെടുത്ത് തിരിച്ചു പോയവരുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഇതൊരിക്കലും ഒരു നിർബന്ധിത നേർച്ച കോഴിയുടെ ജീവിതമല്ല ഈ സന്യാസം എന്ന് പറയുന്നത്. ഇത് ഒരു വിളിയാണ്. അത് നമുക്ക് എങ്ങനെയാ വ്യാഖ്യാനിക്കാൻ പറ്റുക? എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ഈ ജീവിതം കൊണ്ട് അനേകരുടെ മനസ്സിൽ പ്രകാശമുണ്ടാകുന്നു, അനേകരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാൻ കഴിയുന്നു. അത് ധന്യതയാണ് ജീവിതത്തിൻ്റെ എന്ന് വിശ്വസിക്കുന്നവരെ എന്തിനാണ് അപമാനിക്കുന്നത്? അത്തരത്തിൽ എൻ്റെ ജീവിതം കൊടുക്കുന്നതിൽ എനിക്ക് നിർവൃതിയുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുന്നവരെ നമുക്ക് അങ്ങനെ നിർവൃതി കണ്ടെത്താൻ കഴിയാത്തവർ കൂട്ടം കൂടിയിരുന്ന് കൂവി ആർക്കുന്നതിൻ്റെ പേരിൽ അവരുടെ ആ ഒരു ആത്മസംതൃപ്തിയും നിർവൃതിയും നിശൂന്യമായി പോകുന്നുണ്ടോ? അർത്ഥശൂന്യമായി പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, അറിവില്ലായ്മ കൊണ്ടാണ് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. സന്യാസം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചില സമ്മർദ്ദങ്ങളുടെ പേരിൽ വരുന്നവരില്ലെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചു വിട്ടവരൊക്കെ വന്നിട്ടുണ്ടാവാം. ഇറക്കുന്നില്ല, യാത്ര പൂർത്തിയാക്കുന്നില്ല. ചിലർ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരാണ്. എനിക്ക് പറ്റിയതല്ല. ചിലര് ഇതിനു വേണ്ടി തന്നെ ഞാൻ എങ്ങനെയും ആയിത്തീരുമെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ചിലപ്പോൾ വേഷമൊക്കെ പിന്നെ വസ്ത്രമൊക്കെ ധരിച്ചിട്ടും ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ കാണുന്നില്ലേ, പലരും ഈ യാത്ര പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സമർപ്പണത്തിന്റെ ആത്മാർത്ഥതയോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട കാര്യങ്ങളാണ്. അതിനെ ഒരു പൊതുവായിട്ട് നമുക്കൊരു ഹേസ്റ്റി ജനറലൈസേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു വ്യർത്ഥമായ പൊതുവ്യാഖ്യാനം കൊണ്ട് ഒരു ജീവിതക്രമത്തെ വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒന്നുമില്ല. കാരണം ഇവിടെ നമുക്കറിയാം 1.5 ലക്ഷത്തോളം സ്ത്രീകളാണ് സന്യാസിനികളായി കേരളത്തിൽ നിന്ന് തന്നെ ഭാരതത്തിലേക്കും വിവിധ ദേശങ്ങളിലേക്കും പോയിരിക്കുന്നത്. അവര് 99% അവരുടെ വ്രതജീവിതത്തോടും അവരുടെ സന്യാസ ജീവിതത്തോടും നീതി പുലർത്തിക്കൊണ്ട് അവരുടെ അധികാരികൾ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാനുഷികമായ പരിമിതികളും പോരായ്മകളും ഒക്കെ അനുഭവിക്കുമ്പോഴും അതെല്ലാം ഈ സേവനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ ആ ഒരു മഹാത്യാഗം കഴുകിക്കളയുകയാണ് എല്ലാ പരിമിതികളും. അതുകൊണ്ട് വളരെ ചുരുക്കം പേർക്ക് ചില പോരായ്മകൾ ഉണ്ടാകുന്നുണ്ട്. ചിലർക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസം പിന്നീട് തോന്നി അവരത് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ അരികിലേക്ക് ചാനൽ ക്യാമറകളും മൈക്കുമായിട്ട് ആൾക്കാർ ഓടിക്കൂടുന്നുണ്ട്. അവരുടെ പുറകെ വട്ടമിട്ട് പറന്നിട്ട് ഇതെന്തോ വെറുക്കപ്പെടേണ്ട സംഗതിയാണ്, ഇത് ആർക്കും പ്രാപ്യമായ കാര്യമല്ല എന്ന് പരസ്യപ്പെടുത്തേണ്ടത് ജനങ്ങളുടെയൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടായാലും ഇപ്പൊ ജയരാജ് സാറ് പറഞ്ഞതുപോലെ ഈ ഏത് ക്രൗര്യത്തെയും കഴുകാനുള്ള ദിവ്യമായ ഈ ജലത്തിന്റെ പേരാണല്ലോ ഈ സ്നേഹം. അത് ക്രൈസ്തവ മതത്തിലൂടെ ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഭവിക്കുന്നവർ ക്രൈസ്തവ സന്യാസിമാരായി പുരോഹിതരായി വിശ്വാസികളായി ഈ ജീവിതം സമർപ്പിക്കുന്നു. ഇതര മതസാധ്യതകളിൽ നിന്ന് ഈശ്വര ദർശനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ ലോകത്തിൽ. അവർക്കത് അർത്ഥപൂർണമാണ്. അവരാ ജീവിതക്രമം നയിക്കട്ടെ, നല്ലതല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ ആരെയാണ് നമ്മൾ എതിർക്കേണ്ടത്? ആരെയും എതിർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൗഹാർദ്ദം, ഈ സ്നേഹമെന്ന് പറയുന്നത് അത് ശത്രുതയിൽ ചെന്ന് മുട്ടുന്നതല്ല, അത് സൗഹാർദ്ദത്തിലൂടെ ഒഴുകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ സന്യാസം എന്ന് പറയുന്ന ഈ ഒരു അനുഭവം, അത് ഈശോ പറഞ്ഞ ഒരു വചനമാണ് എനിക്ക് ഏറ്റവും ഇവിടെ എന്നെ മനസ്സിലേക്ക് വരുന്നത്. അതായത് ഈ കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് അറിയുന്നില്ല, അത് എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞതാണ് സത്യത്തിൽ കത്തോലിക്ക സഭയുടെ ഈ സന്യാസ ജീവിതത്തിന്റെ ഒരു അവസ്ഥ. ഇത് ഒഴുക്കാണ്, അല്ലാണ്ട് കല്ല് പോലെ കല്ലിച്ച് കിടക്കുന്നതല്ല. കല്ലൊക്കെ ആകുമ്പോൾ നമ്മള് ആരെല്ലാം നടന്നു വരുമ്പോൾ കൂട്ടിയിടിച്ച് കാലിൽ തട്ടി വീഴും. കാറ്റങ്ങനെയല്ല, കാറ്റിങ്ങനെ എല്ലാവരെയും തഴുകി ഒഴുകുകയാണ്. അതുകൊണ്ട് ഒരിടത്തും ഉടക്കി നിൽക്കാത്ത, എല്ലാവരിലേക്കും ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതക്രമമാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ആരൊക്കെ ആരോപിച്ചാലും, നമ്മുടെ സിസ്റ്റർ പറഞ്ഞ പോലെ
നമ്മൾ ഈ ആരോപണം കേൾക്കാൻ പോയാലല്ലേ പ്രയാസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ സിസ്റ്ററെ. നമ്മൾ ഈ കർമ്മം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് നന്മ സ്വീകരിക്കുന്നവർ അതിൽ തൃപ്തി അനുഭവം നമ്മളെ വീണ്ടും മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കിത് നിർത്തേണ്ട കാര്യമില്ല. ഇതിങ്ങനെ തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജയരാജ് സാറ് പറഞ്ഞ പോലെ ഈ ഒരു പൊതുസമൂഹം ഈ നന്മ കൂടി സ്വീകരിച്ച് വളർന്നതാണെങ്കിൽ അതിനിയും നിലനിൽക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഒരു കാര്യം കൂടി വെച്ചാൽ നമുക്കറിയാം, എല്ലാ ക്രൈസ്തവ സഭയുടെ എല്ലാ ശുശ്രൂഷകളുടെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ഇവാഞ്ചലൈസേഷൻ, ഒരു സുവിശേഷവൽക്കരണം തന്നെയാണ്. എന്നാൽ ഒരു വിമർശനപരമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഉയരുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ ശുശ്രൂഷകൾ പലപ്പോഴും ഒരു സ്ഥാപനവൽക്കരണം എന്ന രീതിയിലേക്ക് പോകുന്നുണ്ടോ? ഒരു കൃത്യമായിട്ടുള്ള അതിൻ്റെ പ്രാഥമികമായിട്ടുള്ളൊരു ദൗത്യം നിറവേറ്റാൻ സാധിക്കുന്നില്ല, അതിൽ ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സുവിശേഷ വേല എന്ന കോറായിട്ടുള്ള ദൗത്യത്തിൽ ചില വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്ന ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഒരു ആത്മവിമർശനത്തിന്റെ മേഖലയാണ്. സന്യാസവും പൗരോഹിത്യവും അത് ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഒരാൾ സമർപ്പിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥയാണ്. അതേസമയം വിവിധ സന്യാസ സമൂഹങ്ങൾക്കും പൗരോഹിത്യ ശുശ്രൂഷകളുടെ മേഖലകൾക്കുമൊക്കെ ഈ സ്ഥാപനവൽക്കരണം ഒരു നിലനിൽപ്പിന്റെ ഭാഗമായി, സെക്കുലർ നിലനിൽപ്പിന്റെ, ഭൗതികമായ ഒരു നിലനിൽപ്പിന്റെ ഭാഗമായി ആവശ്യമായി വരുന്ന ഒരു സമയത്ത് ഈ ചില കോംപ്രമൈസുകൾക്ക് വിധേയമായി പോകുന്നുണ്ട്. ഈ വർത്തമാനകാലത്തിൽ സന്യാസം ഈ നിലനിൽപ്പിനും കൂടി ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വിധേയമായി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിലുള്ള ഒരു കാറ്റായിട്ട് ഇങ്ങനെ ഒഴുകാനായിട്ട് പറ്റുന്നില്ല പലപ്പോഴും. അതിങ്ങനെ ഈ സ്ഥാപനവൽക്കരണത്തിന്റെ കല്ലിച്ച ഭാവങ്ങൾക്കുള്ളിൽ കുടുങ്ങിപ്പോകുന്നത് കൊണ്ട് പലപ്പോഴും അസ്വസ്ഥതകൾ കാരണമായി മാറുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്ന് പൊട്ടി കുറച്ചുകൂടി സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ മാത്രമേ ഈ ഒരു ദൗത്യം അതിന്റെ ഒരു നിറവ് തേടുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഒരു കാര്യം കൂടി വെച്ചാൽ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറ്റൊരു ഭാഗം കൂടിയാണ്. ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, യാതൊരു കഴിവില്ലാത്തവരാണ് ഈ മഠത്തിലേക്ക് വരുന്നത് എന്ന ഒരു ആരോപണം. അതിന് യാതൊരു അടിസ്ഥാനമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു നുണത ഇങ്ങനെ പലതവണ ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ സന്യാസ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്തവരുടെ ഉള്ളിൽ തെറ്റായ ധാരണ വരാനുള്ള സാധ്യതയുണ്ട്. അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി അങ്ങയുടെ അനുഭവത്തിന്റെ ഒരു വെളിച്ചത്തിൽ നൽകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞതിനകത്ത് ശരിയാണ്, പറയുന്നത് ശരിയാണ്. കഴിവില്ലാത്തവൻ തന്നെയാണ്. ഞാൻ കഴിവില്ലാത്തവനായിരുന്നു. ഞാനൊരു കഴിവ്, ജയരാജ് സാറിന് അറിയാലോ, നമുക്ക് എന്നാ കഴിവാ സാറേ ഉള്ളൂ. ഞാൻ ഈ ഒരു CMI സഭയിൽ, കത്തോലിക്ക സഭയിലെ ഈ CMI സഭയിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ ഇരട്ട സഹോദരനോടൊപ്പം പരിശീലനത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇടുക്കിയിൽ പ്രകാശിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തൂമ്പായി തോളെ വെച്ച് മണ്ണിൽ കിളച്ചുകൊണ്ടിരിക്കും. അത് മോശമായിട്ടല്ല, അതാണ് എൻ്റെ അടുത്ത ഓപ്ഷൻ. അങ്ങനെ പൊട്ടും പൊടിയുമായി ഇങ്ങനെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അതാണല്ലോ ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് ഈശോ വിളിച്ച് ചേർത്തത്. പിന്നെ ഒരിക്കലും ഫരിസേയരെയും പുരോഹിത പ്രമുഖരുടെ കുടുംബത്തിലെ മക്കളെയൊന്നുമല്ല. അന്നും ഉണ്ടായിരുന്നു സാമൂഹിക പ്രമാണിമാരുണ്ടായിരുന്നു, സമ്പന്നരുണ്ടായിരുന്നു. ഈശോ വിളിച്ചത് മുക്കുവരെയും പാവപ്പെട്ടവരെയും ചെറുകിട കച്ചവടക്കാരെയും ഈ വെച്ചുവാണിമ കടക്കാരെയൊക്കെയാണ്. അത്രയും പിന്നെ സാധാരണ നിലയിലുള്ളവരെയാണ് കൂടെ കൂട്ടാൻ വിളിച്ചത്. ഇപ്പോഴും അതാണ് സംഭവിക്കുന്നത്. ഇവിടെ സന്യാസത്തിലേക്കും പൗരോഹിത്യത്തിലേക്കും വന്നിരിക്കുന്നവർ വരുന്ന സമയത്ത് ആരും തന്നെ ഈ ബൗദ്ധികമായ വലിയ മികവ് അടയാളപ്പെടുത്തിയവരൊന്നുമല്ല. ഞങ്ങളൊക്കെ ശരാശരി, ഞാനൊക്കെ SSLCക്കൊക്കെ എനിക്ക് എൻ്റെ മാർക്ക്, ഞാൻ TV കൂടെ പറയുന്നതിന് എനിക്ക് ഒരു വിഷമവുമില്ല. എനിക്ക് SSLCക്ക് 247 മാർക്ക് മാത്രം കിട്ടിയ ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ അച്ഛനായി കഴിഞ്ഞിട്ട് ഏകദേശം 1000-ലധികം സ്കൂളുകളിൽ എങ്ങനെ മികച്ച പരീക്ഷ എഴുതാമെന്നുള്ളതിനെ പറ്റി ഏറ്റവും നല്ല ക്ലാസ്സുകൾ എടുക്കുന്ന ഒരുത്തനും കൂടെയാണ് ഞാൻ. എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വളർച്ചയുടെ സമയത്ത് നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ വളരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ സന്യാസം സ്വീകരിക്കുന്നവർ, പൗരോഹിത്യം സ്വീകരിക്കുന്നവർ എല്ലാവരും പൊട്ടന്മാരാണ്,
കന്യാസ്ത്രീകളാകാൻ വരുന്നവർക്ക് അവർക്ക് പിന്നെ പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ വേണ്ടി കുടുംബാംഗങ്ങൾ എടുത്തെറിഞ്ഞ ഒരിടമാണ് സന്യാസം എന്നൊന്നും പറയുന്നവര് വേറൊന്നും ചെയ്യണ്ട. ഈ ഡേറ്റ കയ്യിലുണ്ടല്ലോ സഹോദരങ്ങളെ. നമ്മുടെ ഓരോ സിസ്റ്ററിന്റെയും വിദ്യാഭ്യാസം അത്ര. ഈ ഇരിക്കുന്ന ടെസി സിസ്റ്ററിനോട് ചോദിക്കുക, സിസ്റ്റർ എന്താണ് സിസ്റ്റർ പഠിച്ചത്? ഞാൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ, ഞാൻ ഇപ്പൊ എന്റെ PhD ചെയ്യുന്നു. PhD സ്കോളറാണ്. എത്രയോ സിസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നു സിസ്റ്റർ ഇപ്പൊ പരിശീലന മേഖലയിൽ കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? വിദ്യാർത്ഥികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫോർമാറ്റിലാണ്. അപ്പം ഇത് ഓരോ സിസ്റ്റേഴ്സിനും ഓരോ സന്യാസ സഭയും ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ച് പരമാവധി വിദ്യാഭ്യാസം നൽകി ഏറ്റവും മികവുറ്റ വ്യക്തിത്വമായിട്ട് തന്നെയാണ് സേവന മേഖലയിലേക്ക് പറഞ്ഞു വിടുന്നത്. അല്ലാതെ പിന്നെ ഒന്നിനും കൊള്ളാത്തവരായിട്ടല്ല. ഇപ്പം ഞങ്ങൾക്കറിയാം, ജയരാജ് സാറിന് എനിക്കറിയാം, എത്രയോ സിസ്റ്റേഴ്സ് നമുക്ക് സ്പെഷ്യൽ BEd, സ്പെഷ്യൽ MEd, പിന്നെ ഞങ്ങളുടെ കൂടെ തന്നെ എന്താണ് MSW, പിന്നെ അഡ്വക്കേറ്റ്സ്, LLB ഒക്കെ കഴിഞ്ഞ എത്രയോ സിസ്റ്റേഴ്സ് ഉണ്ട്. ഇത് പല ഡിഗ്രികൾ ഒരുമിച്ച് കാണുന്നത്. ഇപ്പം നമ്മുടെ സിസ്റ്റർ റാണി തന്നെ പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റാണ്, ഡോക്ടറാണ്. അപ്പൊ ഇങ്ങനെ എത്രയോ ഡോക്ടേഴ്സ്, എത്രയോ നഴ്സുമാർ, എത്രയോ വക്കീലന്മാർ, എത്രയോ അധ്യാപകർ, ഇവരെല്ലാം തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്തവരാണെന്നാണോ പറയുന്നത്? ഇവരെല്ലാം നല്ല ബൗദ്ധിക ശേഷിയുള്ളവരാണ്. അവരുടെ ആ ശേഷിയെ ഇത് ഇങ്ങനെ വികസിക്കാനായിട്ടുള്ള അവസരം ലഭിക്കാത്തവർക്ക് വേണ്ടി ശേഷി അല്ലാതെയാക്കുന്നു എന്നുള്ളിടത്താണ് ഈ സന്യാസത്തിന്റെ ആ ഒരു ശൂന്യവൽക്കരണം. അത് വ്യാഖ്യാനിക്കണമെങ്കിൽ ഈ ഒരു വിളിയുടെ ഒരു മധുരം നമ്മൾ നുണഞ്ഞാൽ മാത്രമേ, അങ്ങനെ ചെറുതായി പോകുന്നതിനകത്ത്, അങ്ങനെ ഇപ്പം സിസ്റ്റർ ടെസി ആണെങ്കിലും മറ്റാരെങ്കിലും ഏത് സിസ്റ്റർ ആണെങ്കിലും അവരുടെ ഈ ഒരു വ്യക്തിപരമായ കഴിവ് കൊണ്ട് അവർക്ക് വ്യക്തിപരമായ ഒരു മികവിന് വേണ്ടി അവർ അതിനെ മുതലാക്കുന്നില്ല. പകരം ഒരു സമൂഹത്തിന്റെ സേവന സാധ്യതയെ ഉപയോഗിച്ച് സഭ ആവശ്യപ്പെടുന്ന, അധികാരികൾ ആവശ്യപ്പെടുന്ന സേവനങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി സമാഹരിച്ചു വെക്കാനാണ് ഈ കഴിവുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജീവിച്ച് എല്ലാവരുടെയും, ആർക്കെങ്കിലും ഒരാൾക്കൊരു ചെറിയ കുറവുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരത് പരിഹരിച്ച് ഒരു കമ്മ്യൂണിറ്റി വിറ്റ്നസിംഗ് ആണ്. ഞങ്ങളാരും ഇൻഡിവിജ്വൽ വിറ്റ്നസിംഗ് അല്ലല്ലോ. ഞങ്ങൾ സന്യാസം എന്ന് പറയുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റിയാണ് വിറ്റ്നസ് ചെയ്യുന്നത്. എൻ്റെ സഭയാണ്, ഞാൻ എൻ്റെ സഭയുടെ പ്രതിനിധിയാണ്. സിസ്റ്ററിന്റെ ഹോളി സ്പിരിറ്റ് സഭയുടെ പ്രതിനിധിയാണ്, അല്ലാതെ തനിച്ചൊരു സഭയല്ല. അപ്പൊ കുറവുകളുള്ളവരും കൂടെ കൂടി വരുമ്പോൾ, എല്ലാവരും കൂടെ ചേരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി എല്ലാവർക്കും കൂടെ ഉണ്ടാകും. അത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അത്രയും കഴിവുകളേ ഉള്ളൂ. അതുകൊണ്ട് കഴിവില്ലാത്തവരെന്ന് വിളിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല, കഴിവില്ലാത്തവർ തന്നെയാണ്. പക്ഷെ കുഞ്ഞു കുഞ്ഞു കഴിവുകൾ ചേർത്ത് വെക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്നത് മാത്രം. യെസ്, അത് വളരെ മനോഹരമായിട്ട് അച്ഛൻ അത് മറുപടി നൽകി. ഞാൻ സിസ്റ്ററിലേക്ക് വരികയാണ്. സിസ്റ്റർ, പ്രത്യേകിച്ച് വടക്കേന്ത്യയിലെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് ഒരു കാര്യം കൂടി ഞാൻ രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കും. ഒന്ന്, ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായതിന് ശേഷം ചിലരൊക്കെ ഉന്നയിക്കുന്ന ഒരു വെല്ലുവിളിയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പോയി നിങ്ങൾ ഈ ഒരു മിഷൻ വേല ചെയ്തുകൂടെ, അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നുകൂടെ അവിടെ പോയി ചെയ്യുന്നില്ല, ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലും അത്തരം മേഖലകളിൽ മാത്രമാണ് പോകുന്നത് എന്ന ഒരു വെല്ലുവിളി ചിലർ ഉയർത്തുന്നുണ്ട്. അത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ മാറുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ശത്രുക്കൾ ഏറെയാണ്, പ്രത്യേകിച്ച് വടക്കേന്ത്യയിലെ സാഹചര്യത്തിൽ ക്രൈസ്തവ സന്യാസത്തെ അവഹേളിക്കുവാൻ, അതിക്രമിക്കുവാൻ, അതിനെ മോശമായി ചിത്രീകരിക്കുന്ന തീവ്ര ഹിന്ദുത്വ ശക്തികൾ വളരെയധികം വർദ്ധിച്ചു വരുന്നു. കേരളത്തിന്റെ സാഹചര്യത്തിൽ തീവ്ര ഇസ്ലാമിക ശക്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാറുന്ന സാഹചര്യത്തിൽ മിഷൻ മേഖലയുമായി ബന്ധപ്പെട്ട്, സന്യാസ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ട ജാഗ്രതകൾ എന്തൊക്കെ? രണ്ട് ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി നൽകാം. ഓക്കെ, ഇത് സ്പെസിഫിക് ക്വസ്റ്റ്യൻ, മുസ്ലിമുകളുടെ ഇടയിലേക്ക് എന്തുകൊണ്ട് നമ്മൾ പോകുന്നില്ല എന്ന്. എനിക്കറിയത്തില്ല അങ്ങനെ ഒരു ഇടം നോക്കിയിട്ടാണ് പോകുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു. സ്ലം റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കുക, അവര് സ്ലമ്മിലേക്കാണ് പോകുന്നത്. അവിടെ എന്തൊക്കെ ഫാമിലി ഉണ്ട് എന്നുള്ളത് അത് ഡിപ്പെൻസ്. അവിടെ ചിലപ്പം ക്രിസ്ത്യൻ മെജോറിറ്റി ആയിരിക്കാം, ട്രൈബൽ ക്രിസ്ത്യൻ മെജോറിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദു മെജോറിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിം മെജോറിറ്റി ആയിരിക്കാം, സിഖ് മെജോറിറ്റി ആയിരിക്കാം. അത് ഓരോ സ്ലമ്മിൽ അവരെന്തായിരിക്കുന്നു, അഥവാ ഇന്ന വില്ലേജിൽ ഇന്ന ഫാമിലീസ് ആയിരിക്കാം. ചില വില്ലേജുകളിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നോർത്ത് ഇന്ത്യൻ വില്ലേജസ് നമ്മളിപ്പോ മനസ്സിലാക്കുകയാണെങ്കിൽ ക്ലസ്റ്റർ വില്ലേജസ് ആണ്, അല്ലാണ്ട് കേരളത്തിലെ പോലെ ഇൻഡിവിജ്വൽ ഹൗസസ് അല്ലല്ലോ. അപ്പോ ഈ വില്ലേജിൽ ആരൊക്കെയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ആരൊക്കെയാണ്, അവരിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻസ് ഉണ്ടാകും, ഹിന്ദുസ് ഉണ്ടാകും, മുസ്ലിംസ് ഉണ്ടാകാം. ഇന്ന് വരെ ഞാൻ
ഒരിക്കലും ഫെയിൽ ചെയ്തിട്ടില്ല. നമ്മൾ മുസ്ലിംസിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അവരുടെ ഇടയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. ഇപ്പൊ എനിക്ക് തന്നെ അറിയാലോ, ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഇരിക്കുന്നതിന് തൊട്ടടുത്താണ് ഒരു റൗർക്കേല സൈഡ് ഏരിയയില്. അവിടെ ഒരു വില്ലേജ് മൊത്തം മുസ്ലിം വില്ലേജ് ആണ്. അവിടെ എല്ലാവർക്കും ഞങ്ങൾ ട്യൂഷൻ എടുക്കുന്നു. അവിടുത്തെ അവിടെ അവിടെ ഈ മാൽ ന്യൂട്രീഷൻ പ്രോഗ്രാം അവിടെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആർക്ക് നമ്മുടെ ആവശ്യമുണ്ടോ അവരുടെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. ആർക്ക് നമ്മളെ വേണമോ അവരിങ്ങോട്ട് വരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ട് ഹിന്ദുക്കള്, ക്രിസ്ത്യൻ, മുസ്ലിം ആ ഒരു ക്വസ്റ്റ്യൻ അത് നോ വേ. സ്കൂളിൽ നമ്മൾ ആരെങ്കിലും നോക്കിയെടുക്കാറുണ്ടോ അങ്ങനെയൊക്കെ? നമ്മളെ ആവശ്യമുള്ളവരുടെ നമ്മുടെ അടുത്തേക്ക് വരും. നമുക്ക് നമ്മൾ പോകുന്നിടത്ത് അവരുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് നമ്മളും കടന്നു ചെല്ലുന്നു. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ മാറുന്ന സാഹചര്യത്തിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ മാറുന്ന എന്ന് വെച്ചാൽ ആരാണ് ഈ മാറുന്നത്? ഇത് എവിടെയാണ് ഈ മാറ്റം വരുന്നത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് റിലീജിയസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറീസ് ഒരു ത്രെറ്റായി മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇത് വരുന്നത് എന്ന് എനിക്കറിയത്തില്ല. ഇത് ഉണ്ടായിരുന്ന സന്യാസം അഥവാ മിഷണറി വർക്ക് ഇത് വർഷങ്ങൾ അഥവാ നൂറ്റാണ്ടുകളായിട്ടുള്ള സംഗതിയാണ്. പിന്നെ കുറച്ചു പേര് പറയുന്നുണ്ട് നിങ്ങൾ ഡ്രസ്സിന്റെ മാറ്റേണ്ടതുണ്ട്, വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഹാബിറ്റ് വെയറിങ് അതൊക്കെ ആവശ്യം ഇല്ല എന്നുള്ളത്. ഞാൻ നോക്കിയിട്ട് യഥാർത്ഥത്തിൽ അതും നമ്മുടെ അറ്റാച്ചുകളുമായിട്ട് യാതൊരു ഉണ്ടാവും. വെരി സ്മോൾ പെർസെന്റേജ് ആയിരിക്കും ബന്ധമുള്ളത്. അതിൽ കൂടുതൽ നമ്മൾ അധികം ഒന്നും അതിനകത്തില്ല. നമ്മൾ ക്രിസ്ത്യൻ നമ്മൾ മിഷണറീസ് നമ്മൾ നോക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ അപ്രോച്ചബിലിറ്റി, നമ്മുടെ ഒരു ഇപ്പൊ ഉണ്ട് നമ്മൾ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ കാണുന്ന എന്തോ സംഭവങ്ങൾ ബോളിവുഡ് മൂവീസ് ഹൗ ദേ ഹാവ് പോർട്രേഡ് അസ് അത് വെച്ചിട്ടാണ് പലരും നോക്കുന്നത്. അവിടെ അതാണ് ഞാൻ നോക്കിയിട്ട് വരുന്ന ഈ നമ്മുടെ മതപരിവർത്തനത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അവരെവിടെ ഒരു കോൺവെന്റിൽ ഇങ്ങനെ ഒരു നോർത്താംഗൽ അബി പോലത്തേക്ക് ഒരു സന്യാസികളായിട്ട് കഴിഞ്ഞുകൂടുന്നവര് ഭയങ്കര ഭീകരത ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോൺവെന്റിലേക്ക് നിങ്ങൾ കടന്ന് ആരെങ്കിലും ലേ പീപ്പിൾ കടന്നു വരുവാണെങ്കിൽ പ്രവേശനം റെസ്ട്രിക്റ്റഡ് പ്രവേശനമായിരുന്നു. ഇന്ന സ്ഥലം വരെ നമ്മൾ ഡൈനിങ് റൂമിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ റൂമുകളിലേക്കോ നമ്മൾ ആരെ കൂട്ടിക്കൊണ്ടൊന്നും പോയില്ല. ആൾക്കാരുടെ വിചാരം എന്താ, ഓ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവങ്ങൾ എന്നാണ്. അപ്പൊ ഈ കാലങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ട്രാൻസ്പെറന്റ് ആണ്. അതായത് നമ്മുടെ ഡോർസ് ആൻഡ് വിൻഡോസ് ആർ ഓപ്പൺ. എല്ലാവരും നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്. നമ്മുടെ സന്യാസം അഥവാ നമ്മുടെ റിലീജിയോസിറ്റി അവരെ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിൽ കൂടി നമുക്ക് നഷ്ടപ്പെടും എന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് എൻഹാൻസ് ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്റ്റീവ് ആയിരിക്കണം. നമ്മൾ കൂടുതലും നെറ്റ്വർക്ക് ക്രിയേറ്റേഴ്സ് ആയിരിക്കണം. ഞാൻ ഓർക്കണം ഞങ്ങളുടെ ഒരു കോൺവെന്റിലൊക്കെ എന്ത് ആവശ്യം വന്നിട്ടുണ്ട് ഏറ്റവും ആദ്യം ഓടി വരുന്നത് അവിടുത്തെ ഒരു മുസ്ലിം ചേട്ടനുണ്ട്, അവിടുത്തെ ഹിന്ദു ചേട്ടനുണ്ട്. അവരില്ലാത്ത ഒരു സംഭവം അവിടെ നടക്കത്തില്ല. ഈവൻ ഒരാളുടെ സിസ്റ്റേഴ്സിനെ മരിച്ചടക്കിനാണെങ്കിലും അവർ രണ്ടുപേരും ആ പെട്ടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ചെറിയ കുറവ് പോലെയാണ്. നെറ്റ്വർക്ക് നമുക്കുണ്ട്. അങ്ങനെ ആൾക്കാർ വന്ന് നമ്മുടെ ഒപ്പം നിൽക്കുമ്പോൾ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. ആ ഒരു ട്രാൻസ്പെറൻസി നമ്മുടെ സിസ്റ്റേഴ്സിന്റെ ഇൻ കേസ് നമുക്കൊരു റിജിഡിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ ഇപ്പൊ ആൾക്കാരെ നമ്മൾ അടുപ്പിക്കുക എന്നുള്ള റിജിഡിറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റി നമ്മൾ കൂടുതൽ നെറ്റ്വർക്കിംഗിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട്. ട്രാൻസ്പെറൻസി കൂടുതലും വരേണ്ടതുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനത്തെ അത് തന്നെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ എപ്പം ഉണ്ടാവും എന്നുള്ള ഒരു നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ നിൽക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ എന്തിനാ പേടിക്കേണ്ടതുള്ളത്? അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട് നമ്മൾ അധികം പേടിച്ചിരിക്കണോ അല്ലെങ്കിൽ ഒത്തിരി പ്രവർത്തിക്കണമെന്നോ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് ഇച്ചിരി കൂടെ സിസ്റ്റമാറ്റിക് ഓർഡർലി നമ്മുടെ രാജ്യത്തിന്റെ എന്താ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അതൊക്കെ നോക്കി ഇപ്പം കുറെ ലീഗാലിറ്റീസ് ഉണ്ട്, ഫോർമാലിറ്റീസ് ഉണ്ട്, ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളിലേക്ക് എന്തൊക്കെയാണെങ്കിലും അതൊക്കെ വേണ്ട വെക്കുക. പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. അവിടെ നമ്മളൊരു വേറെ അനാവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു ഓഫീസർ വന്ന് ചോദിക്കും ഓക്കെ ഈ ഇത്ര കുട്ടികൾ നിങ്ങളുടെ ഇവിടെ ഉണ്ട്, ഇവർ എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ളത്, നമുക്ക് പ്രൂഫ് ഉണ്ടാകണം ഇവരെന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുള്ളത്. നമുക്ക് കാണിക്കാനുള്ള പ്രൂഫും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അക്കാര്യം നമ്മൾ ഇച്ചിരി ഓവർലുക്ക് ചെയ്തിട്ടുണ്ട്. പുട്ട് യുവർ ഹൗസ് ഇൻ ഓർഡർ. ഞാൻ നോക്കിയിട്ടൊന്നും പേടിക്കാനില്ല. നമുക്ക് നഷ്ടപ്പെടാനിരിക്കുന്നില്ല അവിടെ.
യെസ്, അത് വ്യക്തമാണ്. നന്നായിട്ട് തന്നെ സിസ്റ്റർ അത് ആ ഒരു 2 ചോദ്യത്തിനും വളരെ മനോഹരമായിട്ട് തന്നെ സിസ്റ്റർ ഉത്തരം നൽകി. ഞാൻ ജയരാജ് സാറിലേക്ക് വരികയാണ്. സാർ ഇപ്പോൾ അച്ഛനും സിസ്റ്ററും ഈ സന്യാസ ജീവിതത്തിന്റെ ഒരു ആത്മീയ തലത്തെക്കുറിച്ച് മനോഹരമായിട്ടുള്ള ചിന്തകൾ പങ്കുവയ്ക്കുകയുണ്ടായി. എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും ഒരു ക്ലാസിക് എക്സാമ്പിൾ അല്ലേ നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ? നമ്മൾ ഈ ഫെമിനിസം എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള ഒരു ഫെമിനിസം അല്ലെങ്കിൽ ഒരു സ്ത്രീ ശാക്തീകരണം സംഭവിക്കുന്നത് നമ്മുടെ മഠങ്ങളിലല്ലേ, നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ നടത്തുന്ന സ്ഥാപനങ്ങളിലല്ലേ, അവർ ചെയ്യുന്ന ശുശ്രൂഷകളിലല്ലേ? അങ്ങയുടെ ഒരു നിരീക്ഷണം. അതിനു മുമ്പ് എനിക്ക് എന്താണ് ഇവർക്ക് അതിന് ശേഷിയില്ല, കഴിവില്ല എന്നുള്ളൊരു അതിശയത്തെ പറ്റിയിട്ട് ഒന്നൊരു പ്രതികരിക്കണം എന്ന് തോന്നുന്നു. യെസ്, പറഞ്ഞോളൂ. അങ്ങനെയുള്ള ഒരു പ്രചരണം നടക്കുന്നത് സത്യത്തിൽ ഒരു പ്രാകൃത മനസ്സിനെ അങ്ങനെ പ്രചരണം നടത്താൻ പറ്റൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലവോസെ എന്ന് പറയുന്ന ഒരു ഈസ്റ്റേൺ മിസ്റ്റിക് ഉണ്ട്, ചൈനീസ് മിസ്റ്റിക്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന് സാമർത്ഥ്യത്തിന്റെ വഴി, മറ്റൊന്ന് ഹൃദയത്തിന്റെ വഴി. ഒന്ന് ബുദ്ധിയുടെ അതിബുദ്ധി എന്ന് പറയുന്ന വഴി, മറ്റൊന്ന് ഹൃദയത്തിന്റെ വഴി എന്നുള്ളത്. നിങ്ങൾ അത്തരത്തിൽ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സമയത്ത് കണ്ണുമടച്ച് സ്വീകരിക്കാവുന്ന വഴി ഹൃദയത്തിന്റെ വഴിയാണ്. അത് ഒരിക്കലും തെറ്റില്ല, ആത്യന്തികമായി തെറ്റില്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സന്യസ്തരായിട്ടുള്ള സഹോദരിമാർ എപ്പോഴും ഹൃദയത്തിന്റെ വഴി സ്വീകരിക്കുന്നവരാണ്. അങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവര് അതിശയപാർഹരല്ല, ബുദ്ധിയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അത് സ്നേഹത്തിന്റെ പുതിയ പാഠം അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ദർശനം ഉൾക്കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് നിർത്താനുള്ള ശീലം അവർ പ്രായോഗിക തലത്തിൽ നമുക്ക് അനുഭവവേദ്യമാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനർത്ഥം ബുദ്ധിയില്ല എന്നുള്ളതല്ല. നോക്കൂ, നമ്മുടെ നാട്ടിലെ വലിയ ബുദ്ധിമാന്മാരൊക്കെ ഒരു കണക്ക് പ്രകാരം 100-ലധികം സിവിൽ സർവീസ് ഓഫീസർമാർ ജയിലിലാണ്, കൈക്കൂലി വാങ്ങിച്ചിട്ടും പറ്റിച്ചിട്ടും. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നതൊക്കെ മനുഷ്യത്വമുണ്ടെങ്കിലേ വിദ്യാഭ്യാസത്തിനൊക്കെ പ്രസക്തിയുള്ളൂ, അല്ലെങ്കിൽ ഹൃദയാലുവായെങ്കിലേ ബുദ്ധിക്കും വിദ്യാഭ്യാസത്തിനൊക്കെ പ്രസക്തിയുള്ളൂ. അതില്ലെങ്കിൽ അത് അപ്രസക്തമാണ്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഫലപ്രദമാവണമെങ്കിൽ അതിൻ്റെ പുറകിൽ കരുണയുണ്ടാവണം. ആ കരുണയുടെ കാരുണ്യത്തിന്റെ മൂർത്തീഭാവങ്ങളാണ് ഓരോ ഇത്തരത്തിൽ ഞാൻ പരിചിതരായിട്ടുള്ള ഓരോ സഹോദരിമാരും. ഓക്കെ, ആ സ്ത്രീ ശാക്തീകരണത്തിന്റെ ആ പോയിന്റ് കൂടി അങ്ങേക്കൊന്ന് തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ നമ്മുടെ ഇതിലൊക്കെ വളരെ മനോഹരമായിട്ട് എഴുതി വെക്കുന്നു എന്നുള്ളതൊക്കെ. നമ്മുടെ സ്ത്രീകളുടെ അവസ്ഥ, ദുരന്തപൂർണമായ സാഹചര്യമൊക്കെ ഇപ്പോഴും നമുക്കറിയാം. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് പല സിസ്റ്റേഴ്സ്, അവർ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന സിസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ മൂർത്തിമത് ഭാവമാണ് ദയാബായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമുണ്ട്, അവരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരൊക്കെ ഈ ജീവിതം, ഈ സന്യസ്ത ജീവിതത്തിലൂടെ പോരാടിയതാണ്. ഇതിലും വലിയൊരു മാതൃകയൊന്നും നമുക്ക് ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോടൊപ്പം, സ്ത്രീകളോടൊപ്പം പൊരുതാൻ സുസജ്ജമായി സന്നദ്ധമായി മുന്നോട്ട് വരുന്ന സമർപ്പിത മനസ്കരായിട്ടുള്ള ഒട്ടേറെ ഫെമിനിസ്റ്റുകളൊന്നും നമ്മുടെ നാട്ടിൽ വാചാലതയിലും വാചോടോപത്തിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റർമാരാണ് എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമുക്ക് ഏതെങ്കിലും പഴമുറം കൊണ്ട് മറയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്രമാത്രം ശക്തമായി നമ്മയൊക്കെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കാൻ കരുത്തുള്ള സ്ത്രീത്വത്തിന്റെ രത്നങ്ങളാണ് പലപ്പോഴും അവരെ. എനിക്കൊട്ടേറെ സിസ്റ്റർമാരെ തന്നെ നേരിട്ടറിയാം പോരാട്ട വീതിയിൽ. അതുകൊണ്ടാണ് ഇവരെ ഇപ്പോൾ ഈ മാവോയിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന്റെ ഒരു കാരണം, ഇവരെ അവകാശത്തെ പറ്റി സംസാരിക്കുന്നു, അനീതിയെ പറ്റി പ്രതികരിക്കുന്നു, അവകാശബോധം ഉണ്ടാക്കുന്നതിനെ പറ്റി. വിദ്യാഭ്യാസം കൊടുത്താൽ മതി. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തുന്നവർക്ക് സ്വാധീനമില്ലാതെ പോയത് എന്ന് പറഞ്ഞ പോലെ ഈ വിദ്യാഭ്യാസത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതൊക്കെ നൽകുകയും അവർക്ക് അവകാശബോധം പകർന്നു നൽകുകയും ഒക്കെ അതൊക്കെ തന്നെയാണ് സാമൂഹികമായ മാറ്റത്തിന് കാരണമാവുന്ന, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. വളരെ വ്യക്തമാണ്. ഒരു വൈദികന്റെ, ഒരു കന്യാസ്ത്രീ അമ്മയുടെ നിസ്വാർത്ഥമായിട്ടുള്ള ശുശ്രൂഷ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിക്കും അവരെ തള്ളിപ്പറയുവാനോ അവരെ അവഹേളിക്കുവാനോ സാധിക്കുകയില്ല.
കന്യാസ്ത്രീ അമ്മമാരെ, വൈദികരെ, സന്യസ്തരെ ഒക്കെ അവഹേളിക്കാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എത്രയൊക്കെ അവരുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് സാന്ത്വനമേകുവാൻ അവരുടെ ശബ്ദം ഉയർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്രയൊക്കെ അവരുടെ കൈകൾ ബന്ധിക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ, നിങ്ങൾക്ക് സ്നേഹം പകർന്ന് നൽകുവാൻ അവരുടെ കരങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ നേതാവ് എന്ന് പറയുന്നത്, അവരെ സ്നേഹം പഠിപ്പിച്ചത് ലോകരക്ഷകനായിട്ടുള്ള യേശുക്രിസ്തു തന്നെയാണ്. ഈ കാര്യം നിങ്ങൾ ഓർത്താൽ നന്ന്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ തരുന്ന ഈ അടികൾ, അല്ലെങ്കിൽ ഈ അടിച്ചമർത്തലുകൾ, അവഹേളനങ്ങൾ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ട് അവർ ഇരിക്കും എന്ന് നിങ്ങൾ ധരിക്കരുത്. ഈ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള നിയമ നടപടികൾ, പ്രതിഷേധ സ്വരങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയർന്നുകൊണ്ടിരിക്കും. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ ജയരാജ്, ഒപ്പം തന്നെ ഫാദർ റോയ് കണിഞ്ചിറ CMA, ഒപ്പം സിസ്റ്റർ ടെസ്സി ജേക്കബ്, 3 പേർക്കും നന്ദി.